ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി ഫിഷ് ബിരിയാണി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള, അതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഞാനിവിടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ടൊമാറ്റോ, പിന്നെ ജിഞ്ചർ ഗാർലിക്കും ചില്ലിയും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം മല്ലിയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു കുക്കറിൽ ആഡ് ചെയ്തോടിച്ചാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു ചെറിയ കുക്കറായതുകൊണ്ട് തന്നെ 2 വിസിൽ വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ വലിയ കുക്കറാണെങ്കിൽ 1 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ടൊമാറ്റോൻ്റെ വെള്ളം ഇറങ്ങി കിട്ടും. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കാനുള്ള ഒരു ഹാഫ് പണിയും കഴിഞ്ഞെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒനിയനും ടൊമാറ്റോയും സോട്ട് ചെയ്തിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആ ഫിഷിൻ്റെ തലയും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് കൈവച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് 1 വിസിൽ വരെ കുക്ക് ചെയ്യാൻ വെക്കാം. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മസാലാസെല്ലാം എല്ലാ സൈഡിലേക്കൊന്ന് പിടിക്കുള്ളൂ. ബിരിയാണിക്ക് ആവശ്യമായ ഫിഷ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ ഫിഷ് യൂസ് ചെയ്യുന്നത് അതിന് കണക്കായിട്ട് സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കോക്കനട്ട് ഓയിലും ആഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഓരോരോ ഫിഷ് ഡിപ്പ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ഗീ റൈസിന് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഗോൾഡൻ ഷെഫിൻ്റെ ജീരകശാല റൈസാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വാട്ടർ, അതാണ് റേഷ്യോ. ഞാനിതവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്സ്. ഈ ഒരു ടൈം കൊണ്ട് നമ്മൾ കുക്കറിൻ്റെ വിസിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള മസാല ഐറ്റംസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു പോട്ടിൽ മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിൽ തന്നെയാണ് നമ്മൾ ഈ ബിരിയാണീൻ്റെ മസാല റെഡിയാക്കുന്നത്. നമ്മൾ നേരത്തെ ടർമറിക്കും ഉപ്പും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, ബാക്കി സ്പൈസ് പൗഡേഴ്സ് എല്ലാം ആഡ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത ഫിഷെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൈസ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടും ഇപ്പോൾ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഗീ റൈസ് റെഡിയാക്കാം. അതിനായി ഒരു പാനിൽ ഗീയും ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ സവാളയും പിന്നെ ഹോൾ സ്പൈസ് മിക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതിനാവശ്യമായ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഗീ റൈസ് റെഡിയാക്കുന്ന എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ല, അതുകൊണ്ട് ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇതാണ് ഇവിടെ ഗീ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇതവിടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലയിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഓനിയന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ സ്പൈസ് പൗഡേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഉപ്പ് ചെക്ക് ചെയ്തേരം കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി സോട്ട് ചെയ്തെടുത്ത് പിന്നെ ഇതിലേക്ക് കൊറിയൻഡർ ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണിത്. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒരു 3 or 4 പീസ് ഫിഷ് ഫസ്റ്റ് ആഡ് ചെയ്തിട്ട് ഈ മസാലയോട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന ഫിഷ് നമ്മൾ റൈസിൻ്റെ മേലിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം.
ഞാൻ ആ മസാല ഉണ്ടാക്കിയ അതേ പോട്ടിൽ തന്നെയാണ് ദം ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയറായിട്ട് ഫുൾ ഫിഷ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഈ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഗീ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തന്നെ മല്ലിച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ നെക്സ്റ്റ് ലെയറും ഇതുപോലെ തന്നെ ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ ബിരിയാണി റൈസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഫിഷെല്ലാം ഇതിന് മേലേൽ ഇതുപോലെ തന്നെ നിരത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 to 10 മിനിറ്റ്സ് വെരി ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതാ നമ്മളെ ഫിഷ് ബിരിയാണി നന്നായി ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം റൈസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആൻഡ് ടേസ്റ്റി ഫിഷ് ബിരിയാണി ഇത്. പിന്നെ കുക്കർ യൂസ് ചെയ്തിട്ട് തന്നെ ഒനിയനും ടൊമാറ്റോ എല്ലാം സോട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒരുപാട് ടൈമും വേസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ റെഡിയാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.